ഇന്ന് നമ്മളുടെ ഈ ഒരു രാജ്യത്ത് അല്ലെ ഇന്ത്യൻ മഹാരാജ്യത്ത് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി, ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി, ടൈം ലിമിറ്റ് ഇതിനില്ല, നോ ബോസ് ബിസിനസ് ആണ്, നമുക്ക് ഏരിയ ലിമിറ്റ് ഇല്ല. അതുപോലെ തന്നെ നമുക്ക് റിട്ടയർമെന്റിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, വേറെ ഏത് ബിസിനസ് ആണ് നിങ്ങൾക്ക് ഇത്രയും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ളത്? ഞാൻ പലപ്പോഴും പറയും, ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ ചെലവ് നമുക്ക് വരുന്നുണ്ട്, റിസ്ക് നമുക്ക് വരുന്നുണ്ട്. ഈ ബിസിനസ്സിൽ എന്താണ് റിസ്ക്? നിങ്ങൾ എടുക്കുന്ന നിങ്ങളുടെ ടൈമാണ്, നിങ്ങളുടെ എഫേർട്ടാണ് ഇതിലത്തെ റിസ്ക്. അല്ലാണ്ട് നിങ്ങൾക്ക് വലിയ റിസ്ക് ഒന്നും വരുന്നില്ല. പല ആളുകളും പറയണ കേട്ടിട്ടുണ്ട്, ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇതൊന്നും ചെയ്യാൻ പറ്റുക. അവര് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ഇതിൽ ശരിയായിട്ട് ഒരു മാസം, ഒറ്റ മാസം നിങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ലീഡേഴ്സ് പറയണതിനനുസരിച്ച് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വിജയിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു വക സംശയമില്ല. പക്ഷെ അത് ചെയ്യാനുള്ള ഒരു എഫേർട്ട് നമ്മളുടെ ഭാഗത്തുനിന്നും കൂടി നമ്മൾ കാണണം. ഒരു നമ്മളുടെ കസ്റ്റമർ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്ന ഒരു കസ്റ്റമർ കമ്മ്യൂണിറ്റീനെ നമ്മൾ ബിൽഡ് ചെയ്യുക എന്നാണ് പറയുക. നമ്മളുടെ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്ന ഒരു കസ്റ്റമർ കമ്മ്യൂണിറ്റീനെ നമ്മൾ ബിൽഡ് ചെയ്യുന്നതാണ് ഈ ഒരു ബിസിനസ്സിലെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോഴാണ് MI ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന മഹത്തായ ഈ ഒരു ബിസിനസ്സിൽ വിജയിക്കാനായിട്ട് സാധിക്കുന്നത്. ETC ലീഡർ ആണ്. മുസ്തഫ സാറ് എന്റെ ഫാദർ ആണ്. ബുഷ്ര മാഡം, മുസ്തഫ സാറ് STC ആണ്. എന്റെ മദർ TC ആണ് ബുഷ്ര മാഡം. അതുപോലെ തന്നെ എന്റെ ഹസ്ബൻഡ്, എന്റെ ഹസ്ബൻഡിന്റെ ഉമ്മ, എന്റെ ഹസ്ബൻഡിന്റെ സിസ്റ്റർ, എന്റെ അമ്മായി, എന്റെ മാമന്, അതുപോലെ തന്നെ എന്റെ കസിൻസ്, ഞങ്ങളെല്ലാവരും ഈ ബിസിനസ്സിലുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും വേറെ വേറെ വരുമാനങ്ങളും കിട്ടുന്നുണ്ട്. ഞങ്ങളൊക്കെ ചെയ്യുന്നത് ഒരേ ബിസിനസ് അല്ലേ? ഞാൻ പോയിട്ട് എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ പോയിട്ട് ഹോം മീറ്റിംഗ് എടുത്താലും, എന്റെ വീട്ടിൽ ഹോം മീറ്റിംഗ് എടുത്താലും, എന്റെ മാമന്റെ വീട്ടിൽ പോയിട്ട് ഹോം മീറ്റിംഗ് എടുത്താലും ഞങ്ങളൊക്കെ ഒരു ഫാമിലിയാ. ഈ കാശ് പുറത്ത് എവിടെയും പോകുന്നില്ല. എവിടെ വർക്ക് ചെയ്താലും നമ്മളെ ഫാമിലിയിലേക്ക് തന്നെ കാശ് വരുന്നു. ഇത് നിങ്ങൾ ശരിക്കൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോ ഏറ്റവും അണ്ടറിൽ, നിങ്ങളെ ഫാമിലിയിലുള്ള ഏറ്റവും അണ്ടറിലുള്ള വ്യക്തിയുടെ അണ്ടറിൽ പോയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യൂ. നിങ്ങളുടെ സഹോദരിക്കോ സഹോദരനക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയുടെ മോൻക്കോ കുഞ്ഞുമാക്കോ മാമനക്കോ കാശ് കിട്ടുന്നതിൽ എന്താണ് പ്രശ്നമുള്ളത്? നിങ്ങൾക്കും വരുമാനം വരുന്നില്ലേ? ദിസ് ഇസ് എ ഫാമിലി ബിസിനസ്. ഫാമിലിയെ വിജയിപ്പിച്ചുകൊണ്ട് നമ്മളും വിജയിക്കുക. ഫാമിലിയിൽ കുശുമ്പും കുന്നായ്മയൊന്നും വെച്ച് നടക്കരുത്. എല്ലാവരും നന്നാവട്ടെ, അല്ലെ? നമ്മൾ വിജയിക്കണതിന്റെ ഒപ്പം എല്ലാവരും നന്നാവട്ടെ. ആ ഒരു ചിന്ത നിങ്ങളിൽ ഉണ്ടാവുക. എന്റെ കൂടെ വന്നവരെ ഞാൻ വിജയിക്കും എന്നുള്ള ഒരു ദൃഢമായിട്ടുള്ള ഒരു വിശ്വാസവും അതുപോലെ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള പ്രവൃത്തി നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ദൈവം നിങ്ങളെ വിജയിപ്പിക്കും. അത്രേ ഉള്ളൂ. നിങ്ങൾ എടുക്കുന്നുണ്ടോ, എഫേർട്ട് എടുക്കുന്നുണ്ടോ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ നോ ഡൗട്ട്. അത് പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ, നിങ്ങൾക്കൊന്നും ഈ പറയുന്ന ലിമിറ്റുകളൊന്നും ഇല്ല. നമ്മൾ ഈ മോർണിംഗ് മീറ്റിൽ നമ്മൾ രാവിലെ എണീറ്റ് ഇതിനു വേണ്ടിയിട്ട് നമ്മൾ കേൾക്കാൻ വേണ്ടി ഇരിക്കുന്നില്ലേ? നിങ്ങൾ ഇന്ന് പോയിട്ട് നിങ്ങൾ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 ആളുകളുടെ ലിസ്റ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ വിളിക്കൂ, 10 ആളുകൾക്ക് വിളിക്കൂ. വിളിച്ചിട്ട് നിങ്ങൾ ഒരു അപ്പോയിന്റ്മെന്റ് ഡേറ്റ് എടുക്കും. കറക്റ്റ് ആയിട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾ ഒരു ഡേറ്റ് എടുക്കൂ. ആ ഡേറ്റിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ലീഡറും ഒത്ത് ആ വ്യക്തിയെ പോയി കണ്ട് സംസാരിച്ച് ഒരു GTSയിലേക്ക് കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ നിങ്ങൾ അവിടെ വെച്ച് നിങ്ങൾ പ്ലാന് കൊടുക്കുകയോ ചെയ്യാം. നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് അവരെ മേടിച്ച് അവരോട് യൂസ് ചെയ്യാൻ പറയും. ഒരിക്കലും അവരോട് ആദ്യം തന്നെ ഒരു ബൾക്ക് പ്രൊഡക്റ്റ് എടുക്കണമെന്നൊന്നും പറയണമെന്നില്ല. ഓരോരുത്തർക്കും ഓരോ മെന്റാലിറ്റി ഓഫ് ബിസിനസ് ആണ്. ബിസിനസ്സിനെ നമുക്ക് എങ്ങനെയും ചെയ്യാം. അതൊക്കെ നമ്മളുടെ കഴിവിനനുസരിച്ചിരിക്കും. നിങ്ങൾ ആ ഒരു പ്രൊഡക്റ്റിന് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നിങ്ങളിൽ ഒരു 90% ആളുകളും ഇതിലേക്ക് വന്നിട്ടുള്ളത് റിസൾട്ട് കൊണ്ടാണെന്നുള്ളത് നമുക്കറിയാലോ. അപ്പൊ പ്രൊഡക്റ്റിന്റെ റിസൾട്ടിനെ കുറിച്ച് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എത്ര വലിയ ലീഡേഴ്സ് ആണെങ്കിലും എത്ര നെഗറ്റീവ് ആയിട്ടുള്ള ലീഡേഴ്സ് ആണെങ്കിലും നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ ഗുണം കൊണ്ടായിരിക്കും നിങ്ങൾ ഈ ഒരു കമ്പനിയിലേക്ക് വന്നിട്ടുണ്ടായിരിക്കുക. എനിക്ക് ഈ ഒരു ബിസിനസ്സിൽ വരാൻ സാധിച്ചത് ആദ്യം തന്നെ ദൈവത്തിനോട് നന്ദി പറയുന്നു. അതുപോലെ എൻ്റെ കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത് പ്രവർത്തിക്കുന്ന എൻ്റെ ലീഡേഴ്സിനോടും, ഏറ്റവും അതിലുപരി എൻ്റെ ഫാമിലി, എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഹസ്ബൻഡ്, അതുപോലെ തന്നെ എൻ്റെ
ഓൺ ഫാമിലി, എന്റെ ഹസ്ബൻഡിന്റെ ഫാമിലി, ഇവരുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു ബിസിനസ്സിൽ മുന്നോട്ട് പോകാനുള്ള ഏറ്റവും വലിയ കാരണം. ഈ ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ബിസിനസ്സാണ്. ഞാൻ പലപ്പോഴും മോർണിംഗ് മീറ്റിൽ വന്നിട്ട് പ്രൊഡക്റ്റ് ട്രെയിനിങ് ആയിട്ടും അതുപോലെ തന്നെ കമ്പനിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ബിസിനസിന്റെ ഗുണങ്ങളെ കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം, പ്രൊഡക്റ്റിന്റെ റിസൾട്ടുകളെ കുറിച്ച് നമുക്കറിയാം അല്ലെ. പക്ഷെ നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ വിട്ടുപോകുന്ന ചെറിയ 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 കുറച്ച് കാരണങ്ങൾ കൊണ്ട് ഈ ഒരു ബിസിനസ്സിൽ നമുക്ക് പലപ്പോഴും വിജയിക്കാൻ പറ്റുന്നില്ല. ആ ഒരു കാര്യത്തിനെ നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്തെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ്സിൽ വളരെ വേഗത്തിൽ വിജയം കൈവരിക്കാൻ പറ്റും. അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഏതൊരു പ്രവൃത്തി ആവട്ടെ, ഒരു ബിസിനസ് എന്ന് പറയുന്നത് പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു വിജയം അല്ല അല്ലെ. ഡയറക്റ്റ് സെല്ലിങ്ങിൽ ഒരിക്കലും ആരെങ്കിലും ഡയറക്റ്റ് സെല്ലിങ്ങിലേക്ക് വരുന്നത് നമ്മള് കുറച്ച് ചെറിയൊരു ടൈമിൽ നമുക്ക് വലിയൊരു കോടീശ്വരനാവാം അല്ലെങ്കിൽ ജീവിതത്തിൽ വിജയിക്കാം എന്നുള്ളൊരു ചിന്തയോട് കൂടിയിട്ട് ആരെങ്കിലും ഡയറക്റ്റ് സെല്ലിങ്ങിൽ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണത്. ഇതിൽ നല്ല രീതിയിൽ നമ്മൾ കഠിനാധ്വാനവും അതുപോലെ തന്നെ ഡെഡിക്കേഷനും പ്ലാനിങ്ങും അതുപോലെ തന്നെ കമ്മിറ്റ്മെന്റും ഒക്കെ ഡിസിപ്ലിനും ഒക്കെ കൂടി വരുമ്പോഴാണ് ഈ ഒരു വിജയം നമുക്ക് കൈവരിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അത് നമുക്ക് മെല്ലെ മെല്ലെ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ആദ്യം തന്നെ ഏതൊരു ബിസിനസ് ആവട്ടെ, ഇനിയിപ്പോ ബിസിനസ് അല്ല, നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾ എന്തെങ്കിലും നേടിയെടുക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഒരു പ്ലാനിങ് ഉണ്ടാവുക എന്നുള്ളതാണ്. പ്ലാനിങ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കൊരു ലക്ഷ്യബോധം അല്ലെ, ഒരു എയിം നമ്മൾ വെച്ച് അതിനു വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്ത് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പോ പ്ലാൻ ഇല്ലാതെ നമ്മളൊരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയിലോ അല്ലെ എന്തൊരു പ്രവൃത്തിയോ നമ്മൾ ചെയ്യുമ്പോൾ അഡ്രസ് ഇല്ലാണ്ട് നമ്മൾ കത്തെഴുതുന്നതിന് തുല്യമാണെന്ന് പറയാം. അഡ്രസ് ഇല്ല, എന്നിട്ട് നമ്മളിങ്ങനെ കത്തെഴുതുകയാണെന്നുണ്ടെങ്കിൽ അത് എവിടെ എത്തണില്ല അല്ലെ. അതാണ് പ്ലാനിങ് ഇല്ലാത്ത ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളുടെ അവസ്ഥ അതാണ്. അപ്പൊ നമ്മൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു പ്ലാന് നമുക്ക് വേണം. അപ്പൊ നമ്മള് പറയാണ് നമ്മൾ എത്ര ആളുകളെ നമ്മള് പ്രോസ്പെക്റ്റ് ആയിട്ട് എടുക്കുന്നു, അല്ലെങ്കിൽ നമ്മളൊരു ലിസ്റ്റ് മേക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ അവരെ കോണ്ടാക്ട് ചെയ്ത് ബിസിനസിനെ കുറിച്ച് സംസാരിക്കുന്നു അല്ലെ. ഇതൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണല്ലേ. അത് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്ലാൻ ചെയ്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തുണ്ടായിരിക്കുക, വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റി, നമ്മളുടെ ഗോളിനോടുള്ള ഒരു ക്ലാരിറ്റി നമുക്ക് ഉണ്ടാവുക. എവിടെയാണോ എത്തിച്ചേരേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ വേണം. അതുപോലെ തന്നെ എത്ര വരുമാനം എനിക്ക് നേടിയെടുക്കണം, അല്ലെങ്കിൽ എത്ര പേരെ ടീമിലേക്ക് കൊണ്ടുവരണം എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ടൊക്കെ നമുക്കൊരു ദിശാബോധം വേണം എന്നുള്ളതാണ് പ്ലാനിങ്ങിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ ഒരു പ്ലാനിങ് എന്ന് പറയുന്നത് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യണം എന്ന് പറഞ്ഞല്ലോ. ഇതിലൂടെ നമുക്ക് ഉണ്ടാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാരിറ്റി, ഒരു ഗോള് നമ്മൾ കണ്ടുപിടിച്ച് അതിൽ നമുക്ക് വ്യക്തത ഉണ്ടാവുന്നത് അതിലുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ടൈം മാനേജ്മെന്റ്, നമ്മൾ സമയം എത്രയുണ്ടെന്നും ആ സമയം ഏതൊക്കെ പ്രവൃത്തിക്ക് വേണ്ടി എത്ര സമയത്തെ നമ്മൾ ചിലവഴിക്കണം എന്നുള്ളതും നമ്മൾ എന്ത് ചെയ്യുക, മാനേജ് ചെയ്യുക. സമയത്തിനെ മാനേജ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പാഴ് സമയങ്ങളെ നമുക്ക് എന്താക്കാൻ പറ്റും, നമുക്ക് എടുക്കാനായിട്ട്, എന്ന് വെച്ചാൽ ഒരുപാട് ടൈം നമുക്ക് വേസ്റ്റ് ആയിട്ട് പോവില്ല. ടൈമിനെ നമ്മൾ മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് ഇതിലൂടെ പറ്റുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് കൂടുതലായിട്ട് നമ്മളുടെ കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആരുമായിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്, നാളെ എന്താണ് നമ്മളുടെ പ്ലാൻ എന്നൊക്കെ ഒരു കാര്യത്തിനെ കുറിച്ച് നമുക്കൊരു വ്യക്തത ഉണ്ടാവുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യത്തിലും ചെയ്യുന്ന പ്രവൃത്തിയിലും നമുക്ക് ഒന്നുകൂടി ധൈര്യം ഉണ്ടായിരിക്കും, കോൺഫിഡൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ടീം മാനേജ്മെന്റ്, നമ്മുടെ കീഴിലുള്ള ടീമിനെ എങ്ങനെ നയിക്കണം എന്ന പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കൊരു നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ.
നമ്മൾ ഇതിനൊരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 2 വ്യക്തികളെ നമുക്ക് ഇതിൽ എടുക്കാം അല്ലെ. രാഹുൽ എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തിയും അതുപോലെ തന്നെ സുമേഷ് എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തി. ഓക്കെ, ഇവര് ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നു, ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ നമ്മളുടെ ഈ ഒരു രാഹുൽ എന്ന് പറയുന്ന വ്യക്തി വിചാരിക്കുകയാണ്, ഓക്കെ നമ്മൾ നാളെ ഞാൻ കുറച്ച് ആളുകളെ വിളിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് അദ്ദേഹം എന്താക്കുകയാണ്, പിറ്റേ ദിവസം തുടങ്ങുമ്പോൾ ആദ്യം ഒരു സുഹൃത്തിന് വിളിക്കുന്നു, ഒരു മനോഹർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾക്ക് വിളിക്കുന്നു. അപ്പൊ വിളിച്ചിട്ട് ഈ കാര്യം പറയുമ്പോ അയാൾ പറയും, ഞാൻ ഇവിടെ ഇല്ല, എനിക്കിപ്പൊ കാണാൻ പറ്റില്ല, ഞാനിപ്പോ ഇല്ല എന്ന് പറയാണ്. അപ്പൊ ഓക്കെ ഫൈൻ, അദ്ദേഹം തിരക്കിലാണ്. അപ്പൊ അയാളെ കുറിച്ചിട്ടുള്ള ആ ബിസിനസ് പറയാനുള്ള ആ പ്രോസ്പെക്റ്റിനെ വിട്ടു കേട്ടോ. അപ്പൊ ഇയാൾ കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു രാഹുൽ വേറൊരു വ്യക്തിക്ക് നേരിട്ടിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോവാണ്. മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ വീട്ടിലേക്ക് പോവാണ്. പക്ഷെ അവിടെ ആ മുഹമ്മദിന്റെ വീട്ടിൽ പോയി നോക്കുമ്പോൾ മുഹമ്മദ് അവിടെ ഇല്ല. അപ്പൊ എന്താണ്ടായത്, ആ പ്രോസ്പെക്റ്റും അന്നത്തെ ദിവസം നഷ്ടായി അല്ലെ. അത് കഴിഞ്ഞ് അദ്ദേഹം എന്ത് ചെയ്യാണ്, അദ്ദേഹം ഒരു പ്ലാനും ഇല്ലാതെയാണ് അദ്ദേഹം 2-3 ആളുകളെ വിളിക്കുന്നതും അല്ലെ അവിടെ പോയിട്ട് പ്ലാൻ പ്രസന്റ് ചെയ്യാനായിട്ട് ഇരിക്കുന്നതും. അപ്പൊ എന്തുണ്ടായത് വെച്ചാൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ, ആ ദിവസത്തിന്റെ ലാസ്റ്റ് എത്തുമ്പോഴത്തേക്കും അദ്ദേഹം വിചാരിച്ചതൊന്നും നടക്കുന്നില്ല. അല്ലെങ്കിൽ അദ്ദേഹം ഒരാളോട് പോയിട്ട് ഈ ഒരു ബിസിനസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആ വ്യക്തി നോ, എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ അന്നത്തെ ഒരു പ്രവർത്തനം മൊത്തം എന്താണ്, വേസ്റ്റ് ആണ് അല്ലെ. പക്ഷേ ഇതേപോലെ തന്നെ സെയിം ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സുമേഷ് എന്ന് പറയുന്ന ആള്. ഈ സുമേഷ് എന്ത് ചെയ്തു എന്ന് വെച്ചാല്, ഈ തലേ ദിവസം ഇത് ചെയ്യുന്നതിന്റെ തലേ ദിവസം അദ്ദേഹത്തിന്റെ ഡയറി എടുത്തിട്ട് അദ്ദേഹം എഴുതി വെക്കുകയാണ്. കുറച്ച് പ്രോസ്പെക്റ്റുകളുടെ ഒരു 5-10 ആളുകളുടെ നമ്പർ എഴുതി വെച്ചിട്ട് പറയാണ്, ഞാൻ ഇന്ന ആളെ വിളിക്കേണ്ട പ്രോസ്പെക്റ്റുകളാണ് ഇതൊക്കെ എന്ന് പറഞ്ഞിട്ട് അവരുടെ നമ്പർ എഴുതി വെക്കുന്നു. അങ്ങനെ ഈ 10 ആളുകളെയും വിളിക്കുന്നു, സംസാരിക്കുന്നു, ഇങ്ങനെ മീറ്റ് ചെയ്യണം അല്ലെ മീറ്റിംഗിലേക്ക് വരണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു, അല്ലെ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നു. ഓക്കെ ഫൈൻ. അപ്പൊ അതിൽ സക്സസ്ഫുൾ ആണ്. ചിലപ്പോ ഒരു 10 ആളുകളായിട്ട് സംസാരിച്ചതിൽ ചിലപ്പോ ഒരു 5-6 ആളുകൾ ചിലപ്പോൾ പോസിറ്റീവായിട്ട് വന്നേക്കാം, 4 ആളുകൾ നെഗറ്റീവ് ആയേക്കാം. അതൊരു ബിസിനസിന്റെ ഭാഗമാണ് കേട്ടോ. എപ്പോഴും എല്ലാവരും പോസിറ്റീവായിട്ട് ഈ ഒരു ബിസിനസ്സിനെ എടുക്കുന്നു നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. നെഗറ്റീവും പോസിറ്റീവും ഒരു ബിസിനസിന്റെ വളരെ അടിസ്ഥാനമായിട്ടുള്ള കാര്യമാണ്. രണ്ടും വേണം നമുക്ക്. ആ നെഗറ്റീവ് ഉണ്ടാവുമ്പോഴും നമ്മൾ എന്താവണം, പോസിറ്റീവായിട്ട് നമ്മൾ ബൂസ്റ്റ് ആവണം എന്നുള്ളത്. അതിൽ നെഗറ്റീവ് ആവാൻ പാടില്ല. ഇനി അതേപോലെ തന്നെ സുമേഷ് എഴുതി വെച്ചിട്ടുണ്ട്, അത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ടൈമിൽ 9 to 10 എന്ന് പറയുന്ന ടൈമിൽ ഞാൻ ലിസ്റ്റിലുള്ള 10 ആളുകളെ ഞാൻ വിളിക്കുന്നുണ്ട്, അപ്പോയിന്റ്മെന്റ് എടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 11 മണിയാവുമ്പോൾ നമ്മൾ മിസ്റ്റർ വർഗീസ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയെ പോയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡക്റ്റ് അദ്ദേഹത്തിന് പരിചയപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹത്തിന് കമ്പനിയുടെ കാര്യങ്ങളൊക്കെ ബിസിനസ് പ്ലാൻ ആണെങ്കിലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 2 മണി കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ബിസിനസ് പ്ലാൻ കൊടുത്ത വ്യക്തിയെ ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ബിസിനസ് കൊടുത്ത വ്യക്തി, ഇപ്പൊ വർഗീസിന് ഇപ്പൊ ബിസിനസ് കൊടുത്തു. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ വേറൊരു വ്യക്തിക്ക് ഞാൻ ബിസിനസ് പ്ലാൻ കൊടുത്തിരുന്നു. അദ്ദേഹത്തിന് ഞാൻ ഇന്ന് 2 മണിക്ക് ഞാൻ അദ്ദേഹത്തെ വിളിച്ച് അല്ലെ കണ്ട് ഞാൻ ഫോളോ അപ്പ് ചെയ്യാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ 7 മണിയാവുമ്പോ എനിക്ക് ടീമില് ഗൂഗിൾ മീറ്റ് അല്ലെ സൂം മീറ്റിംഗ് എനിക്കുണ്ട്. ഇവിടെ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ രാഹുൽ എന്ന് പറയുന്ന വ്യക്തിയും സുമേഷ് എന്ന് പറയുന്ന വ്യക്തിയും ബിസിനസ്സിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ സുമേഷ് എന്താണ് ചെയ്യുന്നത്, സിസ്റ്റമാറ്റിക് ആയിട്ട് പ്ലാൻ ചെയ്ത് എഴുതി വെച്ച് ആ സമയത്തിനനുസരിച്ച് ആർക്കൊക്കെ എങ്ങനെയൊക്കെ എന്നുള്ള വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടാണ് ചെയ്യുന്നത്. എന്നാൽ രാഹുൽ ഒന്നും നോക്കാതെ വെറുതെ ഞാൻ ആർക്കെങ്കിലും കുറച്ച് ആളുകൾക്ക് വിളിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ ഒരു എന്താ പറയാ അപ്പോയിന്റ്മെന്റ് എടുക്കാതെ അവിടെ പോയിട്ട് കാണട്ടെ. അപ്പൊ അദ്ദേഹത്തിന് എന്താണ് തോന്നുന്നത്, ഇത് വലിയ പാടാ, ഇതെല്ലാരും നെഗറ്റീവ് പറയുന്ന ബിസിനസ്, അത് വിളിച്ചിട്ടൊന്നും ആരും ഫോൺ എടുക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മളിത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് വീട്ടിൽ അവരില്ല, അല്ലെങ്കിൽ നമ്മൾ ഈ ബിസിനസ് പറഞ്ഞു കൊടുത്തിട്ട് നോ ആണ് പറയുന്നത്. എഫേർട്ട് കൂടുതലായിരിക്കും അദ്ദേഹത്തിന് അല്ലെ. പക്ഷെ ഇവിടെ സുമേഷിന്റെ കാര്യം എടുത്ത് നോക്കുമ്പോൾ സുമേഷ് ഹാപ്പിയാണ്. ആ വിളിച്ച 10 ആളുകളിൽ ഒരു 6 ആളുകളെങ്കിലും പോസിറ്റീവ് ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഈ വർഗീസ് എന്ന് പറഞ്ഞ ആൾക്ക് നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, പ്ലാനിനെ കുറിച്ചിട്ട് പ്രൊഡക്റ്റിനെ കുറിച്ച് വ്യക്തമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഇനിയിപ്പോ ബിസിനസ്സിലേക്ക് വന്നാലും ഇല്ലെങ്കിലും ഈ സുമേഷ് എടുത്തിട്ടുള്ള ബാക്കി പ്രവർത്തികളിലൊക്കെ എന്താണ്, പോസിറ്റീവ് റിസൾട്ട് ആണ്. അതുകൊണ്ട് തന്നെ സുമേഷ് ബിസിനസ്സിൽ പോസിറ്റീവ് ആയിക്കൊണ്ട് തുടരുകയും
ഒരു മാസം കൊണ്ട് അദ്ദേഹത്തിന് നല്ലൊരു ടീം ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. പക്ഷെ രാഹുലിന് എന്താണ്, രാഹുൽ അവിടെ നെഗറ്റീവായിട്ട് ഇരിക്കും. അതുകൊണ്ടാണ് നമ്മളോട് എപ്പോഴും പ്ലാൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പ്രവർത്തിക്കണം എന്ന് പറയുന്നത്. എഴുതി വെച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾ എവിടെ നിന്ന് എവിടം വരെ എത്തി എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു ഇത് നമുക്ക് വരും. അതുപോലെ തന്നെ വിജയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം, എല്ലാ ലീഡേഴ്സും നമ്മളോട് പല പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുള്ള ഒരു വിഷയമാണ് പ്രോസ്പെക്റ്റുകളുടെ ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളത്. അത് നിങ്ങൾ നിരന്തരമായിട്ട്, ഇപ്പൊ ആദ്യം നിങ്ങളൊരു 10 ആളുകളുടെ ഒരു പ്രോസ്പെക്ട് ലിസ്റ്റ് ആണ് നിങ്ങൾ ഒരു ദിവസത്തിന് ഉണ്ടാക്കിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം നിങ്ങൾ വേറൊരു പ്രോസ്പെക്ട് ലിസ്റ്റ് ഉണ്ടാക്കണം. അത് അന്നത്തേക്ക് മാത്രമുള്ള പ്രോസ്പെക്ട് ലിസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ഒരു മീറ്റിംഗില് ഇത്രയും രാവിലെ എണീറ്റിട്ട് നിങ്ങൾ ഇത് വന്നിരിക്കണം എന്തിനാ, നമ്മൾ വിജയിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നമുക്ക് വെറുതെ ഒരേ പണിയില്ലാതെ ബോറടിച്ചിരിക്കുമ്പോ കയറാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഈ ഒരു സൂമിൽ വന്നിട്ടുള്ളത്. നമ്മള് എല്ലാവരും സുഖമായി മൂടി പൊതിച്ച് കിടന്നിറങ്ങുന്ന സമയത്ത്, അല്ലെ മറ്റുള്ള കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാവുന്ന സമയത്ത് നമ്മൾ ഇത്രയും റിസ്ക് എടുത്ത് നമ്മൾ ഈ ഒരു സൂം ഓൺ ആക്കി വെച്ച്, വീഡിയോ ഓൺ ആക്കി വെച്ച്, വോയിസ് ഓൺ ആക്കി വെച്ച്, നമ്മളുടെ മറ്റുള്ള ജോലികളെ മാറ്റി വെച്ച് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഗുണം കിട്ടാൻ വേണ്ടിയിട്ടാണ്, വിജയിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ട ചെറിയ ചെറിയ സ്റ്റെപ്പുകളാണ്. പക്ഷെ അതിന് വലിയ വലിയ ഇമ്പാക്റ്റുകൾ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ്സിൽ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ പ്രോസ്പെക്ട് ലിസ്റ്റ് നിങ്ങൾ എപ്പോഴും പുതുക്കിക്കൊണ്ടിരിക്കുക. ഈ വിളിച്ചിട്ട് അദ്ദേഹത്തിനെ കിട്ടിയില്ല, ഇന്ന് ഞാൻ ഉണ്ടാക്കിയ പ്രോസ്പെക്ട് ലിസ്റ്റിൽ 3 ആളെ ഞാൻ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ നമ്പർ തന്നെ നിങ്ങൾ പിറ്റേ ദിവസം വിളിക്കണം. മനസ്സിലായോ? ആ നമ്പറിന് പിന്നെ നമ്മൾ അവിടെ വിട്ട് കളയല്ല, നമ്മൾ ആ ഒരു പ്രോസ്പെക്ട് ലിസ്റ്റിലുള്ള വ്യക്തിനെ വിളിച്ചു, അദ്ദേഹത്തിനെ മീറ്റിംഗിലേക്ക് ക്ഷണിച്ചു, അല്ലെങ്കിൽ ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ നമ്മൾക്കൊരു ഡെയിലി റൂട്ടീനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുക. നാളെ ഞാൻ എന്താണോ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ഇന്ന് തന്നെ പ്ലാൻ ചെയ്ത് വെക്കണം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഒരു 15 മിനിറ്റ് ആ ഒരു പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെലവഴിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഫോളോ അപ്പ് ചെയ്യുക. നിങ്ങൾ ഏതൊരു വ്യക്തിക്ക് ബിസിനസ് കൊടുത്തിട്ടുണ്ടോ അത് നിങ്ങൾ ഞാൻ അദ്ദേഹത്തിനോട് ബിസിനസ് പറഞ്ഞു, അല്ലെ അദ്ദേഹം പോസിറ്റീവ് ആണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ ഇടുകയല്ല ചെയ്യേണ്ടത്. നിരന്തരമായിട്ട് അവർക്ക് ഈ ബിസിനസ് വ്യക്തമായിട്ട് മനസ്സിലാവുന്നവരെ അവരുടെ കൂടെ നിന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു എഫേർട്ട് നമ്മൾ ലീഡേഴ്സിന്റെ ഭാഗത്തു നിന്ന് എടുക്കണം. അതുപോലെ തന്നെ പ്ലാനിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കൊരു അച്ചടക്കം വേണം. ഇപ്പൊ ഈ പറഞ്ഞല്ലോ, പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു അച്ചടക്കത്തിന്റെ ഭാഗമാണ്. ഇന്ന് രാവിലെ ഈ മോർണിംഗ് മീറ്റിൽ നിങ്ങളൊക്കെ വന്നിരിക്കുന്നത് ഒരു അച്ചടക്കത്തിന്റെ ഭാഗമാണ്, അല്ലെ? നമ്മൾ 6 മണി എന്ന് പറയുന്ന ഒരു സമയം, അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കൂടുതൽ എഫേർട്ട് എടുക്കുകയാണ്, അല്ലെ? നമുക്ക് കേറിയാൽ കേറാം, അല്ലെ വേണമെങ്കിൽ ചെയ്യാം എന്നുള്ളൊരു പ്രവൃത്തിയിൽ നിന്ന് മാറി എനിക്ക് വിജയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ഒരു കാര്യം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, എനിക്ക് എത്താനുള്ള ഒരു ദൂരമുണ്ട്, ഇതിൽ തമ്മിലുള്ള ഒരു പാലമാണ് ഈ ഒരു ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. പല ആളുകളുടെയും ലൈഫ് സ്റ്റോറി, ഇപ്പൊ വലിയ വലിയ വിജയിച്ചിട്ടുള്ള വ്യക്തികളുടെ ഒക്കെ ലൈഫ് സ്റ്റോറി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ വ്യക്തമായിട്ട് പറയണത് അതിൽ പറയാൻ പറ്റും. എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഈ മറ്റുള്ളവരൊക്കെ കിടന്നുറങ്ങുന്ന സമയത്ത്, അല്ലെ അവരുടെ ആ ഒരു കംഫർട്ട് സോണിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ കൂടുതൽ എഫേർട്ട് എടുത്തത് കൊണ്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു വിജയത്തിന് അർഹനായിട്ടുള്ളത് എന്ന് പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്, അല്ലെ? അപ്പൊ ഈ ഒരു മോർണിംഗ് മീറ്റിൽ നമ്മൾ ഇരുന്ന് കേൾക്കുന്ന ഞാൻ പല എന്റെ അണ്ടറിൽ വന്നിട്ടുള്ള വ്യക്തികളും പറയുന്ന ഒരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. മോർണിംഗ് മീറ്റ് ഭയങ്കര അടിപൊളിയാണ്, സൂപ്പറാണ്, അതിൽ നിന്ന് ഭയങ്കര മോട്ടിവേഷൻ ആണ്, അത് നമുക്ക് രാവിലെ തന്നെ കേൾക്കുമ്പോൾ ഭയങ്കര എനർജിയാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാവണം, അത് നിങ്ങൾ കേട്ടിട്ട് വെറുതെ നിങ്ങൾക്ക് എനർജി ഉണ്ടാവാൻ വേണ്ടി മാത്രമല്ല മോർണിംഗ് മീറ്റ് തരുന്നത്. അതിലുള്ള കാര്യങ്ങൾ, പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രവൃത്തിയിലേക്ക് എത്തിക്കണം. ആഗ്രഹിക്കാനും സ്വപ്നം കാണാനും അല്ലെങ്കിൽ ക്ലാസ് എടുക്കാനൊക്കെ ആർക്കും സാധിക്കും. ഞാനിപ്പോ ഈ പറഞ്ഞ പോലെ വെറും ക്ലാസ് എടുക്കൽ മാത്രമാണ് എന്റെ പരിപാടി എന്നുണ്ടെങ്കിൽ ഞാനിപ്പോ ഈ ഒരു റാങ്കിൽ എത്തില്ല. എന്താ വെച്ചാൽ പറയല് മാത്രമേ ഉള്ളൂ, പ്രവൃത്തിയും കൂടെ അതിന്റെ ഒപ്പം വേണം എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്താണോ കേൾക്കുന്നത്, എന്താണോ നിങ്ങൾ ഈ ഒരു ക്ലാസ്സിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത്, അത് നിങ്ങൾ വലിയ വിശദീകരണം പോലെ 2-3 പേജ് 4-5 പേജ് ആയിട്ട് എഴുതി വെക്കണം എന്നൊന്നും പറയണില്ല. പക്ഷെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടൊന്ന്
എന്താ പറയാ, നമുക്ക് മനസ്സിൽ തട്ടിയിട്ടുള്ള പോയിന്റുകൾ ഉണ്ടല്ലോ, അത് എഴുതി വെച്ചിട്ട് അത് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അത് നിങ്ങളുടെ ബിസിനസ്സിൽ എന്താ പറയാ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നമ്മൾ മീറ്റിങ്ങുകൾ സ്ഥിരമായിട്ട് നമ്മൾ മീറ്റിങ്ങുകൾ നടത്തും. ഇപ്പൊ നമ്മൾ ആഴ്ചയിൽ ഇങ്ങനെ ഒരു മീറ്റിംഗ് നടത്തുന്നുണ്ട് എന്നിട്ട് അത് സ്ഥിരമായിട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മളൊരു ഡിസിപ്ലിൻ ജീവിതത്തിൽ കൊണ്ടുവരിക. ഞാൻ ഈ സമയത്ത് എണീക്കും, ഞാൻ ദിവസവും ഞാൻ ഇത്ര ആളുകളുടെ ലിസ്റ്റ് ഞാൻ ഉണ്ടാക്കും. പ്ലാൻ ചെയ്തതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ ഡിസിപ്ലിൻ ആക്കി മാറ്റണം. എന്ന് വെച്ചാൽ തോന്നുമ്പോ ചെയ്യാന്നുള്ളതല്ല, അത് എനിക്ക് ചെയ്യേണ്ട കാര്യമാണ്, നിർബന്ധമായും ഞാനത് ജീവിതത്തിൽ ചെയ്താൽ മാത്രമാണ് എനിക്ക് ഈ ഒരു വിജയത്തിന് സാധ്യമാവുള്ളൂ എന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് വേണം. അതുപോലെ തന്നെ ഒരു നോ എന്ന് പറയുന്നത്, ഇപ്പൊ ഒരു വ്യക്തിയോട് നമ്മൾ സംസാരിച്ചു, നമ്മൾ ഒരു നോ കേട്ടു, എനിക്ക് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ അവിടെ നെഗറ്റീവ് ആവാൻ പാടില്ല. ആ ഒരു നോ എന്തായിരിക്കണം, നിങ്ങൾക്ക് ബിസിനസ് കൂടുതൽ ചെയ്യാനായിട്ടുള്ള ഒരു ഫ്യൂവലായിട്ട് നിങ്ങൾ എടുക്കുക. എന്നോട് എത്ര ആളുകൾ നോ പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ വിജയിക്കും. നിങ്ങൾ എന്താണെന്നറിയോ, പല ആളുകൾക്ക് ഈ ഒരു മോട്ടിവേഷൻ കിട്ടാത്തതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ നിങ്ങളെ ഒരു വിജയിയായിട്ട് കാണുന്നില്ല. നിങ്ങൾ സാധാരണ ഞാനൊരു വീട്ടമ്മയാണ്, അല്ലെങ്കിൽ ഞാനൊരു വീട്ടിലൊരു പുരുഷനാണ്, ഞാൻ എന്റെ ജോലി ചെയ്യുന്നു, ഞാൻ സാധാരണ ഒരു മനുഷ്യനായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിൽ നിന്ന് നമ്മൾ എപ്പോഴും രാവിലെ എണീറ്റ് കഴിഞ്ഞാല്, രാവിലെ നമ്മൾ ഇപ്പൊ സൂമിന് വേണ്ടിയിട്ട് എണീക്കുമല്ലോ, ഒരു 5-10 മിനിറ്റ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കണ്ണടച്ചിരിക്കുക. കണ്ണടച്ചിരുന്നിട്ട് ശാന്തമായിട്ടുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾ പോയിരുന്നിട്ട് നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ ജീവിക്കുന്ന ഒരു ജീവിതവും ഇപ്പൊ നമുക്കുള്ള പ്രസന്റ് സിറ്റുവേഷനും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എവിടെ എത്തണം എന്ന് നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടാവില്ലേ, ആ ആഗ്രഹത്തിനെ നിങ്ങൾ കമ്പയർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക, ഞാൻ ഈ പറഞ്ഞ അല്ലെങ്കിൽ ഞാൻ ഈ ആലോചിച്ച, ഞാൻ നേടണമെന്ന് ആഗ്രഹിച്ച ഈ ഒരു സ്വപ്നം ഉണ്ടല്ലോ, അതിനു വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് ചോദിച്ചു നോക്കൂ. നിങ്ങൾ നിങ്ങളുടെ ഈ സ്വപ്നത്തിന് വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, എന്തിനാണ് നിങ്ങൾ ഈ ഒരു സ്വപ്നം നേടാനുള്ള ഒരു കഴിവ് എനിക്കുണ്ടോ, ഈ ചോദ്യങ്ങൾ നിങ്ങൾ നിങ്ങളോട് ചോദിക്കണം. നിങ്ങളുടെ ഏറ്റവും ഏതൊരു മനുഷ്യനാവട്ടെ, ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്സസ് നമ്മൾ കേൾക്കുന്നുണ്ടായിരിക്കും, മോർണിംഗ് മീറ്റിൽ കേൾക്കുന്നുണ്ടായിരിക്കും, യൂട്യൂബിൽ കേൾക്കുന്നുണ്ടായിരിക്കും, ഇൻസ്റ്റഗ്രാമിൽ കേൾക്കുന്നുണ്ടായിരിക്കും, ലീഡേഴ്സ് നമ്മൾക്ക് പലപ്പോഴും അയച്ചു തരുന്നുണ്ടായിരിക്കും. നമ്മൾ നമ്മളുടെ അണ്ടറിൽ വന്നിട്ടുള്ള ലീഡേഴ്സിന് മോട്ടിവേഷണൽ വീഡിയോസ് അയച്ചു കൊടുക്കുക. ഒരു കാര്യമല്ല, നിങ്ങളാണ് നിങ്ങളുടെ ഏറ്റവും വലിയ മോട്ടിവേഷൻ. നിങ്ങൾക്ക് നന്നാവണോ, നിങ്ങൾക്ക് വിജയിക്കണോ, നിങ്ങൾക്കൊരു നിലയിൽ എത്തണോ, നിങ്ങൾ തന്നെ തീരുമാനിക്കണം. സോ ഫസ്റ്റ് കീ ടു ചേഞ്ച് സ്റ്റാർട്ട്സ് ഫ്രം ഹിയർ. നമ്മളുടെ മൈൻഡിലാണ് എന്ത് വേണ്ടത്, ഞാൻ വിജയിക്കണം എന്നുള്ളൊരു തോട്ട് ആദ്യം തോന്നേണ്ടത്. ഞാൻ ഈ ഒരു സെയിം ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ജീവിക്കില്ല. ക്രാക്ക് ചെയ്യണം. നമ്മൾ അതിന്റെ പുറത്ത് കടന്ന് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പലപ്പോഴും ഒരു 100 ആളുകൾ പറഞ്ഞ കാര്യമാണെന്നുണ്ടെങ്കിൽ അത് തന്നെ നിങ്ങൾ ചെയ്യണം. അത് തന്നെ നിങ്ങൾ ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റില്ല, ഈ ബിസിനസ്സിലൊന്നും വിജയിക്കാൻ പോണില്ല, ഇതുകൊണ്ടൊന്നും നിങ്ങൾ എവിടെ എത്തില്ല എന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ഇതിൽ തന്നെ പ്രവർത്തിക്കണം. ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് ചെയ്ത് കാണിക്കുന്നതാണ് ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്ത് കാണിക്കുന്നതിനേക്കാൾ അല്ലെ ഒരു പടി ഡിഫറെന്റ് ആയിട്ട്. നമ്മുടെ ലൈഫിൽ എപ്പോഴും ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് നമുക്ക് തോന്നണം എന്നുണ്ടെങ്കിൽ ലൈഫിൽ സക്സസ്ഫുൾ ആവണം. ജീവിതത്തിൽ വിജയിച്ച ആളുകൾക്ക് സമൂഹത്തിൽ വില ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു ബിസിനസ്സിൽ ബോസ് ഇല്ല അല്ലെ, നമ്മൾക്ക് നമ്മളെ ഒരു മേലുദ്യോഗസ്ഥൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയൊന്നും ഇതിലില്ല. നോ ബോസ് ബിസിനസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബിസിനസ്സിൽ നമ്മളാണ് നമ്മളുടെ ബോസ്. നമ്മൾ തന്നെ എന്ത് കൊണ്ടുവരണം, നമുക്കൊരു ഡിസിപ്ലിൻ കൊണ്ടുവരണം. നമ്മളുടെ മുകളിലുള്ള ലീഡേഴ്സിനെ നമ്മളുടെ പിന്നാലെ നടന്നിട്ട് നിങ്ങൾ അത് ചെയ്യുന്നുണ്ടോ ചെയ്യണില്ല അങ്ങനെ നോക്കാനൊന്നും ലീഡേഴ്സ് ഒരു ടൈം വരെ നിങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യമാണ് ഈ ഒരു ബിസിനസ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ തന്നെ നമ്മൾക്കൊരു ഡിസിപ്ലിൻ കൊണ്ടുവന്ന് ഈ ഒരു ബിസിനസ്സിൽ കൂടുതൽ സക്സസീവ് ആവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന ഒരു പോയിന്റ് എന്ന് വെച്ചാൽ കൺസിസ്റ്റൻസി. നിങ്ങൾ ഈ പറഞ്ഞ പ്ലാനിങ് ആവട്ടെ, അതുപോലെ തന്നെ ഡിസിപ്ലിൻ ആവട്ടെ, ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാനുള്ള ഒരു മനസ്സ് വേണം. തുടർച്ചയായിട്ട് സ്ഥിരമായിട്ട് ആ ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഒരു മരം വെട്ടുകാരൻ, 2 മരം വെട്ടുകാരുടെ ഒരു കഥ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു മരം വെട്ടുകാരൻ ഭയങ്കര മടിയനാണ്. അദ്ദേഹത്തിന് എപ്പോഴാണോ തോന്നുന്നത് അപ്പോഴാണ് അദ്ദേഹം ജോലി ചെയ്യാനായിട്ട് പോവുള്ളൂ.
അദ്ദേഹത്തിന് ഇപ്പൊ മൂടില്ല, അദ്ദേഹം പോവില്ല. മഴ പെയ്യുന്നുണ്ടോ, പോവില്ല. വെയില് കൂടുതലാണോ, പോവില്ല. ഇത് എപ്പോഴാണോ തോന്നുന്നത് അപ്പോഴായിരിക്കും അദ്ദേഹം പോകുന്നുണ്ട്. എന്നാൽ മറ്റൊരു മരം വെട്ടുകാരനുണ്ട്, അദ്ദേഹം ഭയങ്കര കൺസിസ്റ്റന്റാ. എന്ത് വെയിലായാലും മഴയായാലും എന്തൊക്കെ വന്നു കഴിഞ്ഞാലും അദ്ദേഹം നിർബന്ധമായിട്ട് മരം വെട്ടാനായിട്ട് പോകും. അതുകൊണ്ട് തന്നെ അദ്ദേഹം നിരന്തരമായിട്ട് അദ്ദേഹം ആ ഒരു പ്രവൃത്തി ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിന് ആ ഒരു ജോലി എളുപ്പമാവുകയും അതുകൊണ്ട് വിജയിക്കാൻ സാധിക്കുകയും പറ്റി. പക്ഷെ മറ്റേ മരം വെട്ടുകാരനാണെങ്കിലോ ഇത് ഇടക്ക് മാത്രമേ ചെയ്യുള്ളൂ. ഭയങ്കര ലേസി മടിയനായിട്ട് അങ്ങനെ ഇരുന്ന് അദ്ദേഹത്തിന് മരം വെട്ടുന്ന ആക്സ് ഉണ്ടല്ലോ, അത് മൂർച്ചയാക്കാൻ പോലും അദ്ദേഹത്തിന് എന്തില്ല, മടിയാണ്. അപ്പൊ ഇദ്ദേഹം ചെയ്യണതിന്റെ ഒരു 3-4 ഇരട്ടി എഫേർട്ട് എടുത്തിട്ടാണെങ്കിലും അദ്ദേഹം അത് ചെയ്ത് ഇത് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എവിടെയും എത്താൻ പറ്റില്ല എന്നുള്ളതാ. അപ്പൊ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത്, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള പ്ലാനിങ് ആവട്ടെ എന്ത് കാര്യമാവട്ടെ, നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. എന്തൊരു കാര്യം നമ്മൾ നിരന്തരമായിട്ട് ചെയ്തു കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്നറിയോ, അത് നമുക്ക് എളുപ്പമായി മാറും, നമുക്ക് സിമ്പിൾ ആയിട്ട് മാറും. അതുപോലെ തന്നെ നമ്മളിപ്പോ ഇതില് എപ്പോഴും പറയാറുണ്ട് ഹാർഡ് വർക്ക്. ഏതൊരു സക്സസിന്റെയും മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്ക് ആണ് കേട്ടോ. പക്ഷെ നമ്മളുടെ ബിസിനസ്സിൽ നമ്മൾ പറയും ഹാർഡ് വർക്ക് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ സ്മാർട്ട് വർക്ക് ചെയ്യണം എന്ന് പറയും. ഞാൻ കുറച്ചു മുമ്പ് ഒരു ക്ലാസ് എടുത്തതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളുടെ അണ്ടറിൽ ഇപ്പൊ ഒരു വ്യക്തി ഇതിൽ വന്നു, അദ്ദേഹം ഇതിൽ ജോയിൻ ചെയ്തു, അദ്ദേഹം കുറച്ച് കുഴപ്പമില്ലാതെ ബിസിനസ് ഒക്കെ ചെയ്ത് അദ്ദേഹത്തിന് ഒരു ടീം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ടീമിന്റെ ഡീറ്റെയിൽസ് വ്യക്തമായിട്ട് എഴുതി വെക്കണം എന്ന് ഞാൻ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ കാര്യം വെച്ചാല് ഈ ഒരു ഡീറ്റെയിൽസ് എഴുതി വെക്കുക. നമ്മളെല്ലാവരും ഇപ്പൊ ഇതിൽ വന്നു, നമ്മൾ ബിസിനസിനെ കുറിച്ചൊക്കെ പഠിച്ചു, കുഴപ്പമില്ലാത്തൊരു ലീഡറായി, നമ്മൾ ഐഡിയ ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ച ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കാം. ഐഡിയ അടിക്കാനായിട്ട് നമ്മൾ ഐഡിയുടെ ഡീറ്റെയിൽസ് നമ്മൾ എഴുതി വെക്കും അല്ലെ. നിങ്ങൾ ഫോണിൽ നോക്കിയിട്ട് വെറുതെ ഇങ്ങനെ അടിക്കുകയാണോ ചെയ്യാറ്? അങ്ങനെ ചെയ്യരുത്. ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആയിട്ട് എഴുതി വെച്ചിട്ട് എപ്പോഴും നമ്മൾ ഐഡിയ അടിക്കാനായിട്ട് ഇരിക്കുക. ഈ ഐഡിയ അടിക്കുന്നതിന്റെ ഒപ്പം തന്നെ ആരാണോ ഇതിന്റെ സ്പോൺസർ, ഈ ഒരു ഐഡിയ അടിക്കുമ്പോൾ ആരാണ് സ്പോൺസർ എന്നുള്ള എഴുതി വെക്കുക. ഓരോ ഐഡിയിലും നിങ്ങൾക്ക് കിട്ടുന്ന ID നമ്പേഴ്സ്, 3 ID ക്രിയേറ്റ് ചെയ്യുമ്പോൾ 3 നമ്പേഴ്സ് നമുക്ക് കിട്ടില്ല, അത് നമ്മൾ എഴുതി വെക്കുക. അതിന്റെ തൊട്ടിപ്പുറത്ത് തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ പേജിൽ തന്നെ വലിയൊരു പുസ്തകം എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേസ് ഉണ്ടായിരിക്കും. അതിന്റെ ഒരു സൈഡിൽ തന്നെ KYC ചെയ്തോ, ഞാൻ NEFT ഞാൻ ക്ലിയർ ആക്കിയിട്ടുണ്ടോ, KYC ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ടോ, ആധാർ കാർഡ് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടോ, ബാങ്ക് ഡീറ്റെയിൽസ് പാൻ കാർഡ് ഡീറ്റെയിൽസ് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടോ. ഐഡിയ അടിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് KYC ഫില്ല് ചെയ്യുക എന്നുള്ളത്. മനസ്സിലായോ? അപ്പൊ അത് അങ്ങനെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പണി കുറഞ്ഞു കിട്ടും. ഐഡിയ അടിച്ചു, പിന്നെ കുറെ കാലത്തിന് ശേഷം കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം ആക്റ്റീവായിട്ട് വരുമ്പോഴായിരിക്കും നമ്മൾ KYCനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരിക്കുക. അപ്പോഴത്തേക്കും നമുക്ക് ആദ്യം തന്നിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മളെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പൊ പിന്നെയും ഈ വ്യക്തിനെ നമ്മൾ പോയിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഒന്നുകൂടി നിങ്ങളുടെ ഡീറ്റെയിൽസ് അയക്കും, എനിക്ക് KYC ചെയ്യാനാണ് എന്നിട്ട് നമ്മള് മെസ്സേജ് അയക്കുന്നു. ചിലപ്പോ അപ്പൊ അയാൾ കാണുന്നുണ്ടായിരിക്കില്ല, പിന്നെ അത് ഡിലേ ആവുന്നു. അയാൾക്ക് ഇൻകം വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഇൻകം നമ്മളുടെ ബാങ്ക് ഡീറ്റെയിൽസ് ക്ലിയർ ആക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ പാൻ കാർഡ് അപ്ഡേറ്റ് ചെയ്യാത്തത് കൊണ്ടോ അത് നഷ്ടമാവുന്നു. അങ്ങനെ അവർ നെഗറ്റീവ് ആവുന്നു. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മള് ശ്രദ്ധിക്കാത്തതിന്റെ പ്രശ്നമാണ് അല്ലെ. ഒരു ലീഡറിന്റെ ഭാഗത്തു നിന്ന് വരുന്ന വ്യക്തമായിട്ടുള്ള തെറ്റാണ് ഇതൊക്കെ. നമ്മൾ എന്ത് ചെയ്യുക, ഐഡിയ അടിക്കുന്നതോടൊപ്പം നമ്മൾ KYC ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. KYC ചെയ്യാനോ ഐഡിയ അടിക്കാനോ അറിയാത്ത ലീഡേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ മുകളിലുള്ള ലീഡേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾ ഇതിലൊരു ലീഡറായി മാറുക എന്നുള്ളതാ. പ്രൊഡക്റ്റ് വിൽപ്പന എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഭാഗമാണ്. പക്ഷെ ഒരുപാട് ലീഡറുകളുടെ ഒരു ലീഡറായി മാറുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ അണ്ടറിൽ വരുന്ന ഓരോ വ്യക്തികളെയും നിങ്ങൾ ലീഡർ ആക്കി മാറ്റുക. അതാണ് നിങ്ങളുടെ ശരിക്കും ഈ ഒരു ബിസിനസ്സിൽ നിങ്ങൾ ചെയ്യേണ്ട വ്യക്തമായിട്ടുള്ള പ്രവൃത്തി. അതാണ്. ഓക്കെ, നമ്മളിപ്പോ ഈ ഒരു ബിസിനസ്സിൽ വന്നിട്ട് പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്, അല്ലെ എന്താ പറയാ GTS നമ്മൾ കേൾക്കുന്നുണ്ട്, FSS കേൾക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ കേട്ടാൽ മാത്രം പോരാ, അത് നമ്മൾ ലൈഫിൽ എന്താക്കാനാണ്, ഇംപ്ലിമെന്റ് ചെയ്യാനാണ് നിങ്ങൾ ഈ ഒരു ക്ലാസ്സിലേക്കൊക്കെ കൊണ്ടുവരുന്നത്. അത് ജീവിതത്തിൽ പകർത്താനായിട്ട് നമ്മൾ ശ്രമിക്കുക. അതുപോലെ തന്നെ ഹാർഡ് വർക്ക്, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഹാർഡ് വർക്ക് അത്യാവശ്യമാണ്. ഏതൊരു മേഖലയിലും വിജയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കഠിനാധ്വാനം നമുക്ക് ആവശ്യമാണ് അല്ലെ. അപ്പൊ വിജയത്തിലേക്കുള്ള ഒരു ഇന്ധനമായിട്ടാണ് നമ്മൾ കഠിനാധ്വാനത്തിനെ കാണുന്നത്. ഭാഗ്യം കൊണ്ട് മാത്രം ആരും വിജയിക്കുന്നില്ല. നമ്മളുടെ ഭാഗത്ത് നിന്ന് നമ്മൾ എഫേർട്ട് എടുക്കുമ്പോൾ മാത്രമാണ് നമ്മൾ എന്താകുന്നത്, വിജയിക്കുന്നത്. അറിവിനേക്കാൾ വലുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അറിവിനെ നമ്മൾ എന്താക്കുന്ന ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്.
ഓക്കെ, ഇറങ്ങി നമ്മൾ പ്രവർത്തിക്കുക. നമ്മൾ ഫീൽഡിൽ നമുക്ക് നല്ല പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടൊക്കെ നല്ല നോളേജാ, എനിക്ക് എല്ലാ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടും അറിയാം. നിങ്ങൾ അത് ഫീൽഡിൽ ഇറങ്ങി, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ള വ്യക്തികളോട്, പ്രോസ്പെക്റ്റിനോട് ഇത് പറയാതെ നിങ്ങൾ ഇതൊക്കെ പഠിച്ചിരുന്നിട്ട് വലിയ കാര്യമുണ്ടോ? നിങ്ങൾ അത് ഇംപ്ലിമെന്റ് ചെയ്യണം. നിങ്ങൾ നിങ്ങളുടെ ഫീൽഡിൽ ഇറങ്ങി വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മളുടെ പരാജയങ്ങളെ നമ്മൾ വിജയമാക്കി മാറ്റുക. കൂടുതൽ ആളുകളെ നമ്മൾ കാണുക. യെസ്, എന്നോടൊരു വ്യക്തി നോ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാനൊരു 5 ആൾക്കാരെ കൊണ്ട് യെസ് പറയിപ്പിക്കും എന്നുള്ളൊരു ചിന്താഗതിയോട് കൂടിയിട്ട് മുന്നോട്ട് പോവാം. എന്നോട് ഇയാള് നോ പറഞ്ഞു, ഇനി ഞാൻ വേറെ ആരോടും ഞാൻ ബിസിനസ് പറയാൻ പോണില്ല, ഇനി പറയുന്ന ആളുകളും എന്നോട് നോ ആയിരിക്കും പറയുക എന്നുള്ള നിങ്ങളുടെ ചിന്താഗതിയെ നിങ്ങൾ മാറ്റിയെടുക്കണം, പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കണം. അതുപോലെ തന്നെ ടീമിനെ വളർത്തുന്ന ഒരു ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് അവർ നോക്കുക. നമ്മൾ സംസാരിക്കുന്ന വാക്കൊന്നല്ല. ഞാൻ എന്താണോ ചെയ്യുന്നത്, ഞാൻ എന്റെ ബിസിനസ്സിൽ ഞാൻ ഇവിടെ വന്നിട്ട് ഹോം മീറ്റിംഗ് നടത്തുന്നു, അല്ലെങ്കിൽ എന്റെ ടീമിലുള്ളവരായിട്ട് ഞാൻ GTSന് പോകുന്നു, FSSന് പോകുന്നു, ഞാൻ GTS പ്രസന്റേഷൻ എടുക്കുന്നു. ഞാൻ ചെയ്യുന്നത് കണ്ടിട്ടാണ് എന്റെ ലീഡേഴ്സ് പഠിക്കുന്നത്, അല്ലെ? അപ്പൊ നിങ്ങൾ എന്താണോ നിങ്ങളുടെ ടീമിൽ, നിങ്ങളുടെ ലീഡേഴ്സ്, നിങ്ങളുടെ അണ്ടറിൽ വരുന്ന ലീഡേഴ്സ് എന്താവാനാണോ ആഗ്രഹിക്കുന്നത്, അത് നിങ്ങൾ ആദ്യമായി കാണിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? ഇപ്പൊ ഹാർഡ് വർക്കിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഫുട്ബോൾ പ്ലെയർ ആണ് നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോ, അല്ലെ? അദ്ദേഹത്തിന്റെ ഒരു ലൈഫ് സ്റ്റോറി എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും ലോകം അറിയപ്പെട്ട ഒരു ഫുട്ബോൾ താരമായി മാറിയത്? അദ്ദേഹത്തിന്റെ ഭയങ്കരമായിട്ടുള്ള കഠിനാധ്വാനാണ്. ഏതൊരു ഇതില് പറയുകയാണെന്നുണ്ടെങ്കിലും അവിടെയുള്ള പ്ലെയേഴ്സ്, ബാക്കിയുള്ള പ്ലെയേഴ്സ് എന്താ പറയാ, ഞങ്ങള് ഗ്രൗണ്ടിൽ വരുന്നതിനേക്കാൾ 1 മണിക്കൂർ മുമ്പ് തന്നെ ക്രിസ്ത്യാനോ വന്നിട്ട് പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ വന്നിട്ട് എക്സസൈസും കാര്യങ്ങളും ആയിട്ട് അദ്ദേഹം പ്രാക്ടീസ് തുടങ്ങിയിട്ട്. അത്രയും കഠിനാധ്വാന അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിലല്ലേ, അത്രയും ചെറുപ്പത്തിലാണ് അദ്ദേഹം അങ്ങനെയുള്ള ഒരു പോർച്ചുഗൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജ്യത്ത് നിന്ന് ഇത്രയും ഇന്ന് ലോകത്ത് ഏതൊരു പൊടിമക്കളോട് ചോദിച്ചാൽ പോലും അറിയുന്ന ഒരു നിലയിലേക്ക് അദ്ദേഹം എത്തിയത് അത്രയും കഷ്ടപ്പെട്ടിട്ടാണ്. അത്രയും എഫേർട്ട് എടുത്ത് കൂടുതൽ നേരം പ്രാക്ടീസ് ചെയ്ത് അതിനെ മാറ്റി വെക്കാതെ ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും നമ്മളത് നിരന്തരമായി ചെയ്തുകൊണ്ടാണ് അദ്ദേഹം എന്തായത് ഇന്ന് ലോകം അറിയപ്പെടുന്ന, അല്ലെ, ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യനിൽ നിന്ന് ലോകം അറിയുന്ന ഒരു ഫുട്ബോൾ താരമായി മാറിയത്. അതുപോലെ നമ്മളും നമ്മളുടെ ഭാഗത്തു നിന്ന് പ്രയത്നിച്ചാൽ, കഠിനാധ്വാനമില്ലാത്ത കഴിവ് വെറും പാഴ്വസ്തുവാണ്. എന്നുവെച്ചാൽ ടാലന്റ് വിത്തൗട്ട് ഹാർഡ് വർക്ക് ഇസ് നത്തിങ് എന്നാണ് ക്രിസ്ത്യാനോ പറഞ്ഞിട്ടുള്ളത്. ഹാർഡ് വർക്ക് ഇസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് സമർപ്പണം, ഡെഡിക്കേഷൻ. നമുക്ക് ഇതിനോടൊരു ഇഷ്ടം വേണം. ഈ ഒരു ബിസിനസ്സിന് ആദ്യം നിങ്ങൾ അതിലേക്ക് സമർപ്പിക്കണം നിങ്ങളെ തന്നെ. നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് നിങ്ങൾ പറയുന്നത് ഭയങ്കര നല്ല ബിസിനസ്സാണ്, നമുക്ക് എല്ലാവർക്കും ഇതിൽ വിജയിക്കാൻ പറ്റും, ഇതിൽ നിന്ന് ഒരുപാട് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഞാൻ ഇതിലേക്ക് പൂർണ്ണമായിട്ട് ഇറങ്ങിയിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യത്തിന് യെസ് എന്ന് പറയാൻ ഒരു ലീഡേഴ്സിനും കഴിയില്ല. ഡെഡിക്കേഷൻ ഇല്ലാതെ നിങ്ങളെ വിശ്വസിച്ചിട്ട് എങ്ങനെയാണ് നിങ്ങൾ പറയണ്ട ആ ആള് വന്നില്ല, ഈ ആള് വന്നിട്ടില്ല. അത് നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് ആ ഒരു ഡെഡിക്കേഷൻ അവർക്ക് കിട്ടിയിട്ടില്ല. ഡെഡിക്കേഷൻ ഞാൻ പറയുന്ന വാക്കുകളിൽ ഞാനിങ്ങനെ വളരെ വേഗമായിട്ട് ഞാൻ പറയണ നിങ്ങൾ ഈ ബിസിനസ്സിൽ ജോയിൻ ചെയ്യും. നമ്മളുടെ കോൺഫിഡൻസ് ആണ് അവിടെ റിഫ്ലക്റ്റ് ആവേണ്ടത്. ഒരു ബിസിനസ്സിൽ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യേണ്ടത് ട്രസ്റ്റ് ആണ്, വിശ്വാസം. ഈ ഒരു വ്യക്തി കാരണം ഞാൻ ഈ ബിസിനസ്സിൽ വിജയിക്കും എന്നുള്ള വിശ്വാസമാണ് ആദ്യം കൊടുക്കേണ്ടത്. മനസ്സിലായോ? അതിന് നിങ്ങൾ എന്താവണം? ആദ്യം ഡെഡിക്കേറ്റഡ് ആവണം. ആ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ സമർപ്പിക്കണം. പഠിക്കാനും മനസ്സിലാക്കാനും GTS നടത്താനും GTSൽ കൊണ്ടുപോകാനും നിങ്ങളുടെ ടീമിലുള്ള വ്യക്തിക്ക് ഒരു വരുമാനം ഉണ്ടാക്കി കൊടുക്കാനും നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിരിക്കണം. ഏത് സമയത്ത് എന്റെ ടീമിലുള്ള ഒരു വ്യക്തി വിളിച്ചു കഴിഞ്ഞാലും ആ വ്യക്തിയുടെ സംശയം പൂർണ്ണമായി ഞാൻ മാറ്റിക്കൊടുത്ത് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് എന്റെ സമയം ഞാൻ ചെലവഴിക്കുന്ന ആ ഒരു ഡെഡിക്കേഷൻ ആണ് നിങ്ങളെ ഒരു ലീഡർ ആക്കി മാറ്റുന്നത്. ഡെഡിക്കേഷൻ ഇല്ലാതെ നിങ്ങൾക്ക് എവിടെ എത്താൻ പറ്റില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, വളരെ നിങ്ങളിതൊന്നും ചെയ്യുന്നില്ലേ, എന്നിട്ട് നിങ്ങൾ പറയാണ് ഞാൻ ഈ ബിസിനസ്സിൽ എവിടെ എത്തുന്നില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബിസിനസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. ഡെഡിക്കേഷൻ, പ്ലാനിങ്, അതുപോലെ ഡിസിപ്ലിൻ, അതുപോലെ തന്നെ ഹാർഡ് വർക്ക്,
ഇതൊക്കെ ഇതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി അടുത്തത് എന്ന് പറഞ്ഞാൽ കമ്മിറ്റ്മെന്റ്, ഡെഡിക്കേഷൻ പോലെ തന്നെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത്. പ്രതിബദ്ധത, നമ്മൾ കൊണ്ടുവന്ന ആളുകളോട് നമുക്കുള്ള പ്രതിബദ്ധത അല്ലെ, നമ്മളെ വിശ്വസിച്ച് കൊണ്ടുവന്ന വ്യക്തി ഈ ഒരു ബിസിനസ്സിൽ വിജയിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മളുടെ കമ്മിറ്റ്മെന്റ് ആണ്. ആ ഒരു വ്യക്തിക്ക് ഇതിൽ എന്തെങ്കിലും, ഈ ഒരു ബിസിനസ്സിൽ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ എന്താണ് ആ ഒരു നെഗറ്റീവ് എന്നുള്ളതിനെ മനസ്സിലാക്കി അത് ക്ലിയർ ചെയ്യാനുള്ള ടൈം നമ്മൾ കണ്ടെത്തണം. ഒരാൾക്ക് നെഗറ്റീവ്, അയാള് നെഗറ്റീവായി ഇനി അയാളെ നോക്കണ്ട, ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ മാറ്റുക. ഒരു വ്യക്തിക്ക് ഒരു ഡൗട്ട് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു തോട്ട് വരുന്നത് ഒന്നെങ്കിൽ എന്തോ പ്രവൃത്തിയിൽ നിന്നോ അല്ലെ ഏതെങ്കിലും പ്രൊഡക്റ്റ് അവർ ഉപയോഗിച്ചതിൽ നിന്നോ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരം കിട്ടാത്തതിൽ നിന്നോ ഒക്കെ ആയിരിക്കാം. അത് നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ആയിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ടീമിൽ ഏറ്റവും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി. സംശയമുള്ളവനാണ് വിജയിക്കുള്ളൂ. സംശയം ഇല്ലാതെ എന്താണ് ലീഡേഴ്സ് പറയുന്നത് എന്ന് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് പോകരുത്. നമുക്കൊരു ഡൗട്ട്, ഇപ്പൊ എന്റെ അണ്ടറിൽ വന്നൊരു വ്യക്തിക്ക് ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഡൗട്ട് ഞാൻ ക്ലിയർ ആക്കി കൊടുക്കുക. ആ ഡൗട്ട് ഉള്ള വ്യക്തി അദ്ദേഹം അവർ ചോദിക്കാൻ എന്താ അങ്ങനെ സാറേ അല്ലെ മാഡം എന്ന് ചോദിക്കാനുള്ള ഒരു മൈൻഡ് അദ്ദേഹത്തിന് തോന്നിയില്ലേ, അദ്ദേഹത്തിന് അവിടെ അപ്പൊ എന്തുണ്ട്, ഡെഡിക്കേഷൻ ഉണ്ട്. ഡെഡിക്കേഷൻ ഉള്ളതിലേ നമ്മൾ സംശയങ്ങൾ ചോദിക്കുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് വേണം, ബിസിനസ്സിൽ ഡെഡിക്കേഷൻ പോലെ നമ്മൾ കൊണ്ടുവന്ന വ്യക്തികളോട് കമ്മിറ്റ്മെന്റും കൂടെ വേണം. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പ്ലാനിങ് ആണല്ലേ. പ്ലാനിങ്ങിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിസിപ്ലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ നമ്മൾ ഹാർഡ് വർക്കിനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ആക്ഷൻ ആക്കി മാറ്റണം, പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരണം. ഇതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തു, ഡിസിപ്ലിൻ ആക്കി മാറ്റി, അതുപോലെ തന്നെ നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യണം എന്നുള്ളത് മനസ്സിലായി, കമ്മിറ്റ്മെന്റ് വേണം, ഡെഡിക്കേഷൻ വേണം എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലായി. ഇത് നമ്മൾ ആക്ഷൻ ആക്കി മാറ്റുന്നുണ്ടോ, പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളൊക്കെ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യാൻ. നിങ്ങൾ നിങ്ങളെ തന്നെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ ആദ്യം നിങ്ങളോട് ചോദ്യം ചോദിക്കുക. നിങ്ങൾ ഒരിക്കലും ഒരു പ്രവൃത്തി ചെയ്യാതെ നിങ്ങളുടെ അണ്ടറിൽ വന്നിട്ടുള്ള ലീഡേഴ്സിനോട് ഇത് ചെയ്യണം എന്ന് പറയാൻ നിങ്ങൾക്ക് യാതൊരു വക യോഗ്യതയില്ല. നിങ്ങൾ സൂമില് വീഡിയോ ഓൺ ആക്കിയിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ എങ്കിൽ മാത്രം നിങ്ങളുടെ അണ്ടറിലുള്ള ആളുകളോട് നിങ്ങൾ അത് പറയുക. അല്ലാന്ന് വെച്ചാൽ നിങ്ങൾ പറയരുത്. ബിക്കോസ് നിങ്ങളായിരിക്കണം നിങ്ങളുടെ ആ ഒരു ചേഞ്ചിന്റെ ആദ്യം ചെയ്യാൻ, എന്താണോ നിങ്ങൾ പറയുന്ന ചേഞ്ച്, ആ ചേഞ്ച് ആദ്യം ചെയ്ത് കാണിക്കേണ്ടത് നിങ്ങളാണ് എന്നാണ് ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ പറയാറില്ലേ, എന്തൊരു ബിസിനസ്സിൽ നമുക്കൊരു സെല്ലിംഗ് പ്രോസസ്സ് ഉണ്ടല്ലോ. നമ്മളൊരു പ്രോസ്പെക്റ്റിനെ കണ്ടു, നമ്മൾ ബിസിനസ് പ്ലാൻ നമ്മൾ കൊടുത്തു, അത് നമ്മൾ എങ്ങനെയാണ് ആ ഒരു സെല്ലിംഗ് പ്രോസസ്സ് നമ്മൾ 7 സ്റ്റെപ്പുകളായിട്ട് നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്തിട്ട് പറയാനായിട്ട് സാധിക്കും. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസ്പെക്റ്റിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും, പക്ഷെ ആ ഒരു വ്യക്തിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് സ്പെഷ്യലായിട്ട് ചൂസ് ചെയ്യാൻ പറ്റണം. ആ ഒരു വ്യക്തിക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്ന പ്രോസ്പെക്റ്റുകളെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ചൂസ് ചെയ്യണം എന്നാണ് പറയാ. ഈ പ്രോസ്പെക്റ്റുകളെ നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ എന്ത് കൊടുക്കണം, സപ്പോർട്ട് ആൻഡ് ട്രസ്റ്റ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ ബിൽഡ് ചെയ്യേണ്ട കാര്യമാണ്. ഒരു വിശ്വാസം ഇല്ലാതെ കുറെ പ്രൊഡക്റ്റുകൾ ഒരു വ്യക്തിക്ക് കൊണ്ടുകൊടുത്തിട്ട് ഇത് സെല്ല് ചെയ്യൂന്ന് പറയല്ല. നിങ്ങൾ അത് സെല്ല് ചെയ്യൂ. നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കാട്ടോ, നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാട്ടോ. നിങ്ങൾക്ക് ഇത് സെയിൽ ചെയ്യാൻ പറ്റിയില്ലേ, ഒരു കുഴപ്പമില്ല, നിങ്ങൾ എന്നോട് പറഞ്ഞോളൂ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റ് മാറ്റി വേറൊരു പ്രൊഡക്റ്റ് നമുക്ക് നോക്കാം. അങ്ങനെ അവരുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കണം. മനസ്സിലായോ? അതുപോലെ തന്നെ അവരോട് നിങ്ങൾ അവരോട് ചോദിക്കുക, പ്രോസ്പെക്റ്റിനോട് ചോദ്യം ചോദിക്കുക. നിങ്ങൾക്ക് ഇതിൽ എന്താണ് ഇനി അറിയാൻ താല്പര്യമായിട്ടുള്ളത്, നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായോ? അതുപോലെ തന്നെ എന്താണോ അവരുടെ ഡൗട്ട്, അവരുടെ ആവശ്യം, അവർക്ക് വരുമാനമാണോ, അവർക്ക് നല്ല ആരോഗ്യമാണോ, അവർക്കൊരു സോഷ്യൽ സ്റ്റാറ്റസ് ആണോ അവർ ഈ ഒരു ബിസിനസ് കൊണ്ടും ഈ ഒരു കമ്പനി കൊണ്ടും ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. ഇനി അവർക്ക് പ്രൊഡക്റ്റ് ആണ് ആവശ്യം എന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റുകളെ കുറിച്ച് വ്യക്തമായി പറഞ്ഞു കൊടുക്കുക. ബിസിനസ് വരുമാനമാണ് ആഗ്രഹം എന്ന് വെച്ചാൽ ബിസിനസിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇനി അവർക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പ്രസന്റേഷൻ തയ്യാറാക്കിക്കൊണ്ട് പ്രൊഡക്റ്റുകളെ വ്യക്തമായി അവർക്ക് എന്ത് ചെയ്യുക, പരിചയപ്പെടുത്തി കൊടുക്കുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്താണോ സംശയങ്ങളുള്ളത്, ഒബ്ജെക്ഷൻസ് ഉണ്ടായിരിക്കും. അതെന്താ ഇങ്ങനെ,
എന്താ മറ്റുള്ള ബിസിനസ്സിൽ ഇങ്ങനെയാണല്ലോ, അത് എന്താ ഈ ബിസിനസ്സിൽ ഇങ്ങനെ, ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ മാറും എന്നെന്താ ഉറപ്പ്, ഇതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ്, ഇതിൽ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ, എന്തുകൊണ്ടാ അതിന് ഇത്ര വില, ചോദ്യങ്ങൾ ഇതൊക്കെ നമ്മള് മുൻകൂട്ടി നമ്മളുടെ മൈൻഡിൽ വേണം. ഇതൊക്കെ പ്രീ ഫിക്സ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാ. ഇതൊക്കെ ഏതൊരു ബിസിനസ് പറയുന്ന ഒരു വ്യക്തിയോട് ചോദിച്ചു കഴിഞ്ഞാലും കുറച്ചൊക്കെ സംസാരിച്ച് ഒരു ബുദ്ധിപരമായിട്ട് ചിന്തിക്കുന്ന ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ്. നമ്മളെ അവിടെ കാണണം. ഈ പ്രോസ്പെക്ട് ഇരിക്കുന്ന സ്ഥാനത്ത് നമ്മൾ നമ്മളെ തന്നെ കാണണം. നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തായിരിക്കും, ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരിക്കണം. ആൻസർ ദെയർ ഒബ്ജെക്ഷൻസ്, അവരുടെ ഒബ്ജെക്ഷൻസിനുള്ള ഉത്തരം നൽകുക എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ ഇതൊക്കെ കഴിഞ്ഞു, നമ്മൾ ആ ഒരു സെയിൽ ക്ലോസ് ചെയ്യുന്നു. സെയിൽ ക്ലോസ് ചെയ്തതിനു ശേഷം അത് അവിടെ തീരുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അത് പിന്നെയും നമ്മൾ റീസെയിലിങ്ങും അതുപോലെ തന്നെ അവരിൽ നിന്ന് നമ്മൾ റെഫറൻസും എടുത്തുകൊണ്ടിരിക്കുക. ഇതാണ് സെയിലിങ്ങിന്റെ ആർട്ട്. ഇത് നിങ്ങൾ നിരന്തരമായി വൃത്തിയിൽ ഈ പറഞ്ഞ സ്റ്റെപ്പിൽ നിങ്ങൾ ചെയ്യാണ്. ഇതിന്റെ ഒപ്പം തന്നെ ഈ പറഞ്ഞ പോലെ പ്ലാനും ഡെഡിക്കേഷനും കൺസിസ്റ്റൻസിയും ഹാർഡ് വർക്കും അതുപോലെ തന്നെ കമ്മിറ്റ്മെന്റും ഡെഡിക്കേഷനും ആക്ഷനും കൂടി വന്നു കഴിഞ്ഞാൽ ഏതൊരു നടക്കാത്ത പ്ലാനും നടത്തിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ടത്, ഞാനൊരു എന്താ പറയാ സമൂഹത്തിൽ അല്ലെങ്കിൽ ആളുകളുടെ ഇടയിൽ ഒന്നിനും കൊള്ളാത്ത ഒരാളാണ്, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കാൻ ആർക്കും താല്പര്യം ഉണ്ടാവില്ല എന്നുള്ള ഒരു ഒരു വ്യൂ പോയിന്റിലാണ് നിങ്ങൾ അങ്ങനത്തെ ഒരാളാണെന്നിട്ട് നിങ്ങൾ എന്ത് ബിസിനസ് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളെ അത് കേൾക്കാൻ അവർ താല്പര്യപ്പെടുകയില്ല. നിങ്ങൾ ആദ്യം മനസ്സിലാവേണ്ടത്, ഞാൻ പറയുന്ന ബിസിനസ് അവർ കേൾക്കുക എന്നുള്ളതല്ല, ഞാൻ പറയുന്ന എന്തും കേൾക്കുന്ന ഒരു വ്യക്തികളെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ പറയുന്ന എന്തും, ബിസിനസ് എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. നമ്മൾ പറഞ്ഞത് കേൾക്കുന്ന ആളുകളെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പൊ അതിനനുസരിച്ച് നമ്മൾ സമൂഹത്തിൽ നല്ലൊരു വ്യക്തിയായിരിക്കണം. ഇത് പറയാനുള്ള ഒരു ഗുണവും അതുപോലെ തന്നെ അത് സംസാരിക്കാനുള്ള ഒരു എന്താ പറയാ ഒരു മാന്യത ഒക്കെ നമുക്ക് വേണം. നമ്മൾ എപ്പോഴും നല്ല രീതിയിലും ആളുകളുടെ ഇടയിലും അതുപോലെ ജീവിതത്തിലും നല്ല പ്രവർത്തികളിൽ ഏർപ്പെടുമ്പോഴാണ് ഇപ്പൊ എന്താ പറയാ നമ്മള് ഒരു ബിസിനസ്സിൽ വിജയിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഗീതാ മാഡം എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരുപാട് ആളുകൾക്ക് ഒരുപാട് നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ആളാണ്. ആ ഒരു വ്യക്തി ഒരു ബിസിനസിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്കറിയാം ഗീതാമേടം നല്ലൊരു സ്ത്രീയാണ് കേട്ടോ, അവര് എന്താ പറയാ ആർക്കെങ്കിലും ഒരു ഗുണം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ എന്നുള്ളൊരു പ്രീ ഫിക്സ്ഡ് മൈൻഡ് എല്ലാവർക്കും ഉണ്ടായിരിക്കും. അത് വെച്ചിട്ടായിരിക്കും അവർ പറയണ ബിസിനസ് എന്ന് പറയുന്ന രണ്ടാമത്തെ കാര്യമാണ്. സോ നിങ്ങൾ എന്താണോ എന്നുള്ളതാണ്. ഞാനൊരു മാന്യനാണോ, അല്ലെങ്കിൽ ഞാനൊരു സമൂഹത്തിൽ വിലയുള്ള ഒരു വ്യക്തിയാണോ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കാൻ ആ വ്യക്തി തയ്യാറാണോ, നിങ്ങളെ ആദ്യം മാറ്റിയെടുക്കണം. അല്ലാതെ ഞാൻ ഈ എന്താ പറയാ നാട്ടിലുള്ള എല്ലാ തോന്നിവാസങ്ങളും ഞാൻ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ എന്റെ തോന്നിയ പോലെ ജീവിക്കുന്ന ഞാൻ ഇവിടെ ബിസിനസിനെ കുറിച്ച് ഒരിക്കലും ഒരാളും കേൾക്കാൻ പോകുന്നില്ല കേട്ടോ. നിങ്ങൾ ആദ്യം എന്താണോ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാത്രം നിങ്ങൾ ബിസിനസിനെ കുറിച്ചിട്ട് സംസാരിക്കാനായിട്ട് തുനിഞ്ഞിറങ്ങാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ബിസിനസ്സും കൂടി നെഗറ്റീവ് ആക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ കൂടെ വന്നിട്ടുള്ള ആളുകളെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കെയർ ചെയ്യുക. അവരെ നമ്മൾ കെയർ ചെയ്യണം. എന്താ വെച്ചാൽ നമ്മളുടെ ഒരു വിശ്വാസത്തിലാണ് അവർ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ എന്തിനാണ് ഡയറക്ട് സെല്ലിംഗ് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഡയറക്ട് സെല്ലിംഗ് ചെയ്യുന്നത് എന്നുള്ള ഇതിന്റെ ഒരു ഉത്തരം നമ്മളെല്ലാവരും സ്വന്തമായിട്ട് കണ്ടെത്തണം. നമ്മൾ വെറുതെ എനിക്കൊരു സമയം കളയാൻ വേണ്ടിയിട്ടാണ് ഡയറക്ട് സെല്ലിംഗ് ചെയ്യുക അങ്ങനെ ഒന്നല്ല. നമുക്ക് വ്യക്തമായിട്ടുള്ള ഉത്തരം വേണം നമ്മുടെ ചോദ്യത്തിന്. ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു കമ്പനിയിലേക്ക് കടന്നു വരുമ്പോൾ 100 കണക്കിന് ചോദ്യങ്ങൾ നമ്മളുടെ മുന്നിൽ ഉണ്ടായിരിക്കാം. ഞാൻ എന്തിനാണ് ഈ ഒരു ബിസിനസ് ചെയ്യുന്നത്, ഈ ബിസിനസ് കൊണ്ട് എനിക്ക് വിജയിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് എന്റെ അസുഖം മാറ്റുമോ, വേറെ ആർക്കെങ്കിലും ഇത് സൈഡ് എഫക്റ്റ് ഉണ്ടാവോ, ഇത് നിങ്ങൾ പഠിക്കുക. ഞാൻ ഏതൊരു വ്യക്തിയെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുമ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ എന്താ ചെയ്യാൻ പോണെന്നുള്ളത് നിങ്ങൾ പഠിക്കൂ. ഞാൻ പറഞ്ഞു തരുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ അത് മനസ്സിലാക്കുമ്പോഴാണ് നിങ്ങൾക്കത് വിശ്വസിക്കാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും സാധിക്കുന്നത്. ഈ ഒരു ക്ലാസ് രാവിലെ നമ്മൾ കേട്ട് കഴിഞ്ഞിട്ട് നമുക്ക് 2 ചെവിയുണ്ട് അല്ലെ, ഈ ചെവിയിലൂടെ കേട്ടിട്ട് ഈ ചെവിയിലൂടെ വിടാൻ എല്ലാവർക്കും സാധിക്കും. പക്ഷെ ഈ ചെവിയിലൂടെയും കേട്ടുകൊണ്ട് അത് നമ്മളുടെ ബ്രെയിനിൽ ഇട്ടൊന്ന് പ്രവർത്തിപ്പിച്ച് അത് ആക്ഷൻ ആക്കി മാറ്റാൻ എല്ലാവർക്കും സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് ബുദ്ധിപരമായിട്ട് ചിന്തിക്കുക. ഇന്ന് നമ്മളുടെ ഈ ഒരു രാജ്യത്ത് അല്ലെ ഇന്ത്യൻ മഹാരാജ്യത്ത് ഇത്രയും
പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി, ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി, ടൈം ലിമിറ്റ് ഇതിനില്ല, നോ ബോസ് ബിസിനസ് ആണ്, നമുക്ക് ഏരിയ ലിമിറ്റ് ഇല്ല. അതുപോലെ തന്നെ നമുക്ക് റിട്ടയർമെന്റിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, വേറെ ഏത് ബിസിനസ് ആണ് നിങ്ങൾക്ക് ഇത്രയും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ളത്? ഞാൻ പലപ്പോഴും പറയും, ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ ചെലവ് നമുക്ക് വരുന്നുണ്ട്, റിസ്ക് നമുക്ക് വരുന്നുണ്ട്. ഈ ബിസിനസ്സിൽ എന്താണ് റിസ്ക്? നിങ്ങൾ എടുക്കുന്ന നിങ്ങളുടെ ടൈമാണ്, നിങ്ങളുടെ എഫേർട്ടാണ് ഇതിലത്തെ റിസ്ക്. അല്ലാണ്ട് നിങ്ങൾക്ക് വലിയ റിസ്ക് ഒന്നും വരുന്നില്ല. പല ആളുകളും പറയണ കേട്ടിട്ടുണ്ട്, ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇതൊന്നും ചെയ്യാൻ പറ്റുക. അവര് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ഇതിൽ ശരിയായിട്ട് ഒരു മാസം, ഒറ്റ മാസം നിങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ലീഡേഴ്സ് പറയണതിനനുസരിച്ച് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വിജയിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു വക സംശയമില്ല. പക്ഷെ അത് ചെയ്യാനുള്ള ഒരു എഫേർട്ട് നമ്മളുടെ ഭാഗത്തുനിന്നും കൂടി നമ്മൾ കാണണം. ഒരു നമ്മളുടെ കസ്റ്റമർ എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളുടെ കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്ന ഒരു കസ്റ്റമർ കമ്മ്യൂണിറ്റീനെ നമ്മൾ ബിൽഡ് ചെയ്യുക എന്നാണ് പറയുക. നമ്മളുടെ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്ന ഒരു കസ്റ്റമർ കമ്മ്യൂണിറ്റീനെ നമ്മൾ ബിൽഡ് ചെയ്യുന്നതാണ് ഈ ഒരു ബിസിനസ്സിലെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോഴാണ് MI ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന മഹത്തായ ഈ ഒരു ബിസിനസ്സിൽ വിജയിക്കാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയുന്നുണ്ടായിരിക്കും. എൻ്റെ പേര് ഷാന എന്നാണ്, ETC ലീഡർ ആണ്. മുസ്തഫ സാറ് എൻ്റെ ഫാദർ ആണ്. ബുഷ്ര മാഡം, മുസ്തഫ സാറ് STC ആണ്. എൻ്റെ മദർ TC ആണ് ബുഷ്ര മാഡം. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ ഹസ്ബൻഡിന്റെ ഉമ്മ, എൻ്റെ ഹസ്ബൻഡിന്റെ സിസ്റ്റർ, എൻ്റെ അമ്മായി, എൻ്റെ മാമന്, അതുപോലെ തന്നെ എൻ്റെ കസിൻസ്, ഞങ്ങളെല്ലാവരും ഈ ബിസിനസ്സിലുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും വേറെ വേറെ വരുമാനങ്ങളും കിട്ടുന്നുണ്ട്. ഞങ്ങളൊക്കെ ചെയ്യുന്നത് ഒരേ ബിസിനസ് അല്ലേ? ഞാൻ പോയിട്ട് എൻ്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ പോയിട്ട് ഹോം മീറ്റിംഗ് എടുത്താലും, എൻ്റെ വീട്ടിൽ ഹോം മീറ്റിംഗ് എടുത്താലും, എൻ്റെ മാമന്റെ വീട്ടിൽ പോയിട്ട് ഹോം മീറ്റിംഗ് എടുത്താലും ഞങ്ങളൊക്കെ ഒരു ഫാമിലിയാ. ഈ കാശ് പുറത്ത് എവിടെയും പോകുന്നില്ല. എവിടെ വർക്ക് ചെയ്താലും നമ്മളെ ഫാമിലിയിലേക്ക് തന്നെ കാശ് വരുന്നത്. ഇത് നിങ്ങൾ ശരിക്കൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോ ഏറ്റവും അണ്ടറിൽ, നിങ്ങളെ ഫാമിലിയിലുള്ള ഏറ്റവും അണ്ടറിലുള്ള വ്യക്തിയുടെ അണ്ടറിൽ പോയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യൂ. നിങ്ങളുടെ സഹോദരിക്കോ സഹോദരനക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മായിയുടെ മോനക്കോ കുഞ്ഞുമാക്കോ മാമനക്കോ കാശ് കിട്ടുന്നതിൽ എന്താണ് പ്രശ്നമുള്ളത്? നിങ്ങൾക്കും വരുമാനം വരുന്നില്ലേ? ദിസ് ഇസ് എ ഫാമിലി ബിസിനസ്. ഫാമിലിയെ വിജയിപ്പിച്ചുകൊണ്ട് നമ്മളും വിജയിക്കുക. ഫാമിലിയിൽ കുശുമ്പും കുന്നായ്മയൊന്നും വെച്ച് നടക്കരുത്. എല്ലാവരും നന്നാവട്ടെ, അല്ലെ? നമ്മൾ വിജയിക്കണതിന്റെ ഒപ്പം എല്ലാവരും നന്നാവട്ടെ. ആ ഒരു ചിന്ത നിങ്ങളിൽ ഉണ്ടാവുക. എൻ്റെ കൂടെ വന്നവരെ ഞാൻ വിജയിക്കും എന്നുള്ള ഒരു ദൃഢമായിട്ടുള്ള ഒരു വിശ്വാസവും അതുപോലെ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള പ്രവൃത്തി നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ദൈവം നിങ്ങളെ വിജയിപ്പിക്കും. അത്രേ ഉള്ളൂ. നിങ്ങൾ എടുക്കുന്നുണ്ടോ, എഫേർട്ട് എടുക്കുന്നുണ്ടോ വിജയിക്കും എന്നുള്ള കാര്യത്തിൽ നോ ഡൗട്ട്. അത് പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ, നിങ്ങൾക്കൊന്നും ഈ പറയുന്ന ലിമിറ്റുകളൊന്നും ഇല്ല. നമ്മൾ ഈ മോർണിംഗ് മീറ്റിൽ നമ്മൾ രാവിലെ എണീറ്റ് ഇതിനു വേണ്ടിയിട്ട് നമ്മൾ കേൾക്കാൻ വേണ്ടി ഇരിക്കുന്നില്ലേ? നിങ്ങൾ ഇന്ന് പോയിട്ട് നിങ്ങൾ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 ആളുകളുടെ ലിസ്റ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ വിളിക്കൂ, 10 ആളുകൾക്ക് വിളിക്കൂ. വിളിച്ചിട്ട് നിങ്ങൾ ഒരു അപ്പോയിന്റ്മെന്റ് ഡേറ്റ് എടുക്കും. കറക്റ്റ് ആയിട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾ ഒരു ഡേറ്റ് എടുക്കൂ. ആ ഡേറ്റിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ലീഡറും ഒത്ത് ആ വ്യക്തിയെ പോയി കണ്ട് സംസാരിച്ച് ഒരു GTSയിലേക്ക് കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ നിങ്ങൾ അവിടെ വെച്ച് നിങ്ങൾ പ്ലാന് കൊടുക്കുകയോ ചെയ്യാം. നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് അവരെ മേടിച്ച് അവരോട് യൂസ് ചെയ്യാൻ പറയും. ഒരിക്കലും അവരോട് ആദ്യം തന്നെ ഒരു ബൾക്ക് പ്രൊഡക്റ്റ് എടുക്കണമെന്നൊന്നും പറയണമെന്നില്ല. ഓരോരുത്തർക്കും ഓരോ മെന്റാലിറ്റി ഓഫ് ബിസിനസ് ആണ്. ബിസിനസ്സിനെ നമുക്ക് എങ്ങനെയും ചെയ്യാം. അതൊക്കെ നമ്മളുടെ കഴിവിനനുസരിച്ചിരിക്കും. നിങ്ങൾ ആ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നിങ്ങളിൽ ഒരു 90% ആളുകളും ഇതിലേക്ക് വന്നിട്ടുള്ളത് റിസൾട്ട് കൊണ്ടാണെന്നുള്ളത് നമുക്കറിയാലോ. അപ്പൊ പ്രൊഡക്റ്റിന്റെ റിസൾട്ടിനെ കുറിച്ച് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എത്ര വലിയ ലീഡേഴ്സ് ആണെങ്കിലും എത്ര നെഗറ്റീവ് ആയിട്ടുള്ള ലീഡേഴ്സ് ആണെങ്കിലും നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ ഗുണം കൊണ്ടായിരിക്കും നിങ്ങൾ ഈ ഒരു കമ്പനിയിലേക്ക് വന്നിട്ടുണ്ടായിരിക്കുക. നമ്മൾ ജീവിതത്തിൽ വിജയിക്കുന്നത് മറ്റുള്ളവരെ വേദനിപ്പിക്കാനോ അല്ലെ അവരെ നശിപ്പിക്കാനോ അല്ല. അവരും നമ്മളുടെ പോലെ വിജയിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എപ്പോഴും നന്മ നമ്മൾ മനസ്സിൽ കൊണ്ടുവരിക എന്നുള്ളതാ. ഒരാൾക്ക് ഒരു നെഗറ്റീവ് ഒരിക്കലും വിചാരിക്കരുത്. ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള തോട്ടിലായിരിക്കണം. നമ്മൾക്ക് എത്ര വരുമാനം ഉണ്ടാക്കാം എന്നുള്ളത് നമ്മളുടെ മാത്രം കഴിവിനനുസരിച്ചിരിക്കും.
നിങ്ങളുടെ കഴിവിനെ നിങ്ങൾ പറയാണ് എനിക്ക് ഇത്രേ പറ്റുള്ളൂ, നിങ്ങൾ അത്രയ്ക്കേ ശ്രമിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നതായിരിക്കും നല്ലത്. എനിക്ക് അത്ര പറ്റുള്ളൂ എന്ന് ഒരിക്കലും പറയരുത്. എനിക്ക് പറ്റുന്നതിന്റെ അളവ് വലുതാണ്, പക്ഷെ ഞാൻ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ്. സോ നിങ്ങളുടെ ചിന്താഗതിയെ നിങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ജീവിതത്തിൽ വിജയിക്കാൻ നിങ്ങൾക്ക് MI ലൈഫ് സ്റ്റൈലിന്റെ പോലെ വേറൊരു കമ്പനി നിങ്ങൾക്ക് കിട്ടില്ല. കിട്ടിയിട്ടുള്ള ഈ ഒരു ഓപ്പർച്യൂണിറ്റീനെ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കാനും അതിൽ വിജയിക്കാനും ഓരോ വ്യക്തികളും ശ്രമിക്കുക. എന്റെ ഈ ഒരു ബിസിനസ്സിൽ എന്റെ ലീഡേഴ്സ് ആയിട്ടുള്ള എന്റെ എല്ലാ ലീഡേഴ്സും, അപ്പൊ ഉമ്മർ സാറ്, അഷ്റഫ് ദാരാണി സാറ്, അലി സാറ്, മുസ്തഫ സാറ്, നമ്മൾ എല്ലാ ലീഡേഴ്സിനോടും ഞാൻ ഒരുപാട് നന്ദി പറയാണ്. ഈ ഒരു ബിസിനസ്സിൽ എനിക്ക് ഈ ഒരു റാങ്കിൽ നിൽക്കാനും നിങ്ങളോട് സംസാരിക്കാനും, ഞാനിതിൽ ആദ്യം കടന്നു വരുമ്പോ ഇങ്ങനെ സംസാരിക്കുന്ന വ്യക്തിയൊന്നും ആയിരുന്നില്ല. സംസാരിച്ച് നമ്മൾ ആ ഒരു പേടിയെ നമ്മൾ ഐസ് ബ്രേക്ക് ചെയ്യാന്ന് പറയും. ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും, ഏത് വലിയ സ്റ്റേജിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാലും മൈക്ക് എടുക്കുകയും ചെയ്യും, സംസാരിക്കുകയും ചെയ്യും. ആ ഒരു ധൈര്യത്തിലേക്ക് മാറാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കണം. തെറ്റായിട്ടൊന്നും പറയുന്നില്ലല്ലോ, ഒക്കെ സത്യങ്ങൾ മാത്രമല്ലേ പറയണുള്ളൂ. പിന്നെ എന്തിനാ നമ്മൾ പേടിക്കണത്?